ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ മീൽ പ്ലാനിങ് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പം വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ലൈക്സും നല്ല കമൻസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആഴ്ച മറ്റൊരു മീൽ പ്ലാനിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നല്ല തിരക്കുള്ള ആഴ്ചയൊക്കെയാണ് വരുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് വീക്കെൻഡിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ വീക്കിലോട്ടുള്ള കുക്കിംഗ് ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം ഈ വീക്കിലോട്ടുള്ള സ്നാക്സാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പം നല്ല പച്ചക്കായ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു കായ വറുത്തത് റെഡിയാക്കാമെന്ന്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളത്തിൽ ഉപ്പ് കലക്കി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ഇതുപോലെ സ്ലൈസറിൽ കൂടെ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കും. ചൂട് നോക്കി ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ഒരു മീഡിയം ടു മീഡിയം ഹൈ ഫ്ലെയിമിൽ മാറി മാറി ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രമാണ് ഇത് നന്നായിട്ട് ഫ്രൈ ആയി ക്രിസ്പിയായി കിട്ടുള്ളൂ. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ക്രിസ്പിയായി കഴിഞ്ഞതിന് ശേഷം ഉപ്പുവെള്ളം കുറേശ്ശെ തെളിയിച്ച് കൊടുക്കാം. ഉപ്പുവെള്ളം എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഒരിക്കലും ഭയങ്കര തണുത്ത വെള്ളമൊന്നും പാടില്ല. തണുത്ത വെള്ളമൊക്കെ ആണെങ്കിൽ ഇത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവസാനത്തെ ബാച്ച് കായ വറുത്തതൊക്കെ ആകുമ്പോഴേക്കും ആ എണ്ണയിൽ ഓൾറെഡി കുറച്ച് ഉപ്പ് ഉണ്ടാവും. അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അവസാനത്തെ ബാച്ച് നല്ല കട്ട ഉപ്പായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കുമിള പോലെ വരുന്നത് നിന്ന് കഴിയുമ്പം നമുക്കിതിനെ ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലോട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇത് ഫോക്സ് നട്ട്സ് അല്ലെങ്കിൽ ലോട്ടസ് സീഡ്സ്, ഹിന്ദിയിൽ മഖാന എന്നും പറയും. അപ്പോൾ ഇതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരേപോലെ നല്ലതാണ്. പല പഠനങ്ങളും പറയുന്നുണ്ട് കുട്ടികൾക്ക് ഇത് കോൺസെൻട്രേഷൻ കൂട്ടാനും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ നല്ലതാണ്. ബോൺ ഹെൽത്തിന് നല്ലതാണ്. മുതിർന്നവർക്കാണെങ്കിൽ വെയ്റ്റ് മാനേജ്മെൻറ്റ്, ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ആയതുകൊണ്ട് തന്നെ ഷുഗർ ലെവൽസ് കൺട്രോൾ ചെയ്യാനും നല്ലതാണ്. പിന്നെ ഇത് പ്രോട്ടീനും ന്യൂട്രിയൻ റിച്ചും ആണ്. ഇത് ഹാർട്ട് ഹെൽത്തിനും നല്ലതാണ്, ആൻറ്റി ഏജിങ്ങുമാണ്, സ്കിൻ ഹെൽത്തിനും നല്ലതാണ്. ഞാനിപ്പോൾ ഇത് പ്ലെയിൻ ആയിട്ട് വെറുതെ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ നല്ല ക്രഞ്ചി ആയി വരണ വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് വേണമെങ്കിൽ മസാലാസും സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ ഇപ്പോൾ ഷുഗറും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഇത് തണുത്ത് കഴിയുമ്പം നമുക്ക് നല്ലൊരു എയർ ടൈറ്റ് ജാറിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കുറച്ച് നാൾ ഇരിക്കും. കുറച്ച് പീനട്ട്സും ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഒരു ജാറിൽ ഇട്ട് വെക്കാം. അപ്പോൾ ഇത് കുറച്ച് ഞാൻ പീനട്ട് ബട്ടർ ഉണ്ടാക്കാനും യൂസ് ചെയ്യും. ബാക്കി ഞാൻ ഇടയ്ക്ക് സ്മൂത്തീസിലോ അല്ലെങ്കിൽ ഉപ്മാ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇതിപ്പോൾ പീനട്ട്സ് നന്നായി തണുത്തതിന് ശേഷം ഞാൻ കുറച്ചെടുത്ത് പീനട്ട് ബട്ടർ ആക്കുവാണ്. ജസ്റ്റ് മിക്സിയുടെ ജാറിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൾസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്ത് വരുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിലത്തെ ആ ഓയിലൊക്കെ പുറത്തോട്ട് വരാൻ തുടങ്ങുമ്പോഴാണ് ആ ഒരു പീനട്ട് ബട്ടർ ഫോമായി വരുന്നത്. അങ്ങനെ വന്നതിന് ശേഷം നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളവും മയം ഒന്നും ഇല്ലാത്ത നല്ലൊരു ഗ്ലാസ് ജാറിലിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് ഒരാഴ്ചയോളം സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ എനിക്കൊരു ചെറിയ ടിപ്പ് പറയാനുള്ളത്, നമ്മൾ സാലഡ്സ് ഒക്കെ കഴിക്കാൻ കൂടുതൽ മടി വരുന്നതിൻ്റെ ഒരു റീസൺ അത് ഉണ്ടാക്കിയെടുക്കാൻ അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് ചോപ്പ് ചെയ്തെടുക്കാനുള്ളൊരു മടി കൊണ്ടാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനത്തെ വെജിറ്റബിൾസ് എല്ലാം കഴുകി നന്നായിട്ട് തുടച്ചിട്ട് ചോപ്പ് ചെയ്ത് ഒരു ഗ്ലാസ് കണ്ടെയ്നേഴ്സിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ അത് നമ്മൾ ഒരു മടി കൂടാണ്ട് എടുക്കുകയും ചെയ്യും. നമുക്ക് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് ആ ഒരു വീക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. ഫ്രൂട്ട്സ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ വീക്കിലോട്ടുള്ള പ്രോട്ടീനാണ് ഞാൻ കാണിക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് ബീഫാണ്. ഇതിങ്ങനെ തന്നെ ഫ്രീസറിലോട്ട് വെക്കും. കുറച്ച് ചിക്കൻ പെപ്പറും സോൾട്ടും ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. കിങ് ഫിഷ് ആണിത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് കുറച്ച് ഗ്രീൻ കളർ ചിക്കൻ, മല്ലിയില, പുതിനയില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗ്രീൻ ചില്ലി, പിന്നെ ഗരം മസാലയും ഉപ്പും എല്ലാം ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഈ മീറ്റെല്ലാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് അപ്പം തന്നെ കഴുകി മാരിനേറ്റ് ചെയ്ത് അപ്പം തന്നെ ഫ്രീസ് ചെയ്യണം. ഇത് ഫ്രീസറിൽ വെച്ചതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് അത്രയും നല്ലതായിരിക്കില്ല. നല്ലൊരു സാലഡ് അല്ലെങ്കിൽ കടല മെഴുക്ക് വരട്ടി അല്ലെങ്കിൽ കടലക്കറിയൊക്കെ ആക്കാൻ വേണ്ടി 2 ദിവസത്തേക്കുള്ള കടല ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്.
കോവയ്ക്ക നന്നായിട്ട് കഴുകി തുണി കൊണ്ട് തുടച്ച് ഇതുപോലെ അരിഞ്ഞ് ഗ്ലാസ് ജാറിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു തോരനോ മെഴുക്കുവരട്ടിയോ ഉണ്ടാക്കാനൊക്കെ പറ്റും. ഇത് ക്യാരറ്റും കുക്കുംബറും സ്ലൈസ് ചെയ്ത് വെച്ചതാണ്. കുറച്ച് സ്ലൈസ് ചെയ്ത മഷ്റൂംസും വാങ്ങിയിട്ടുണ്ട്. ഒരു സൂപ്പിനോ അല്ലെങ്കിൽ സ്റ്റർ ഫ്രൈ ഒക്കെ ചെയ്യാൻ ബെസ്റ്റായിരിക്കും. പിന്നെ ഞാൻ കുറച്ച് ബ്രോക്കലിയും കോളിഫ്ലവറും വാങ്ങിയിട്ടുണ്ട്. അതും ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇതൊന്നും ഞാൻ കഴുകിയിട്ടില്ല, അത് ഞാൻ ഉപയോഗിക്കുമ്പോഴായിരിക്കും കഴുകിയെടുക്കുക. ലെറ്റസ് നന്നായിട്ട് കഴുകി നന്നായിട്ട് തുടച്ചതിന് ശേഷം ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിൽ ടിഷ്യൂ ഇട്ട് വെക്കാം. മിൻറ്റ് ലീവ്സും നന്നായിട്ട് കഴുകി തുടച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് സ്റ്റോർ ചെയ്യാം. ടൊമാറ്റോസും നന്നായിട്ട് കഴുകി ഒരു തുണി കൊണ്ട് തുടച്ചെടുത്തതിന് ശേഷം ഇതേപോലെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. പച്ചമുളകിൻ്റെ അറ്റം കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ കറിവേപ്പിലയും കൂടി എടുത്ത് ഇത് രണ്ടും നന്നായി കഴുകി തുണി കൊണ്ട് തുടച്ച് ഇതേപോലെ ഒരു ടിഷ്യൂയുടെ മുകളിലിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് മത്തങ്ങയാണ്, പംകിൻ. നന്നായിട്ട് കഴുകി തുടച്ച് വെച്ച് ഞാനത് 2 രീതിയിലാണ് കട്ട് ചെയ്തേക്കുന്നത്. ഒരെണ്ണം ചെറിയ രീതിയിൽ, അത് ഞാനൊരു മത്തങ്ങക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, അത് ഞാനൊരു പംകിൻ സൂപ്പിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടും ഇതേപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സ്നാക്കായിട്ട് ഞാൻ ഹോം മെയ്ഡ് ഗ്രനോല പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മിൽക്കിലൊക്കെ സെർവ് ചെയ്യാം, ഒരു സീരിയൽ പോലെ, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ സ്നാക്കായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിലിങ്ങനെ സ്വീറ്റ്നറായിട്ട് ഞാൻ ജാഗരിയാണ് യൂസ് ചെയ്തതെങ്കിൽ ഇതിൽ ഞാൻ കോക്കനട്ട് ഷുഗറാണ് സ്വീറ്റ്നറായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച മഖാന ഉണ്ട്, അതിവിടെ റെഡിയാണ്. പിന്നെ ബനാന ചിപ്സും ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ, അതുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പീനട്ട് ബട്ടറും റെഡിയാണ്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പിള്ളേർക്ക് പുറത്തുനിന്ന് ഒന്നും കൊടുക്കില്ലേ എന്ന്. അങ്ങനെയല്ല കേട്ടോ, കുറച്ച് വീട്ടിലും ഉണ്ടാക്കാൻ നോക്കും, പിന്നെ കുറച്ച് പുറത്തുനിന്നും വാങ്ങിക്കും. പിന്നെ നല്ല ക്രീമി തിക്ക് ഹോം മെയ്ഡ് യോഗേർട്ടും ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാലക് ലീവ്സും റെഡ് സ്പിനച്ച് ലീവ്സും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ വീക്കിലോട്ടുള്ള എൻ്റെ വീക്ക്ലി മീൽ പ്ലാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. ഇത് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കണ്ടൻറ്റ് ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ചാണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലെ പ്രെപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് സമയം നിങ്ങൾക്ക് നിങ്ങളുടെ കിച്ചണിൽ ലാഭിക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയൂ കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.